മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിശ്വാസത്തിൻ്റെ പല പടികൾ പഠിച്ചു വരികയായിരുന്നു. വിശ്വാസത്തിൽ ജനിക്കുന്നത്, വിശ്വാസത്തിൽ വളരുന്നത്, വിശ്വാസത്തിൽ വേല ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവിൻ്റെ മിഷനെക്കുറിച്ചും കർത്താവ് ഏത് രീതിയിൽ പ്രവർത്തിച്ചു എന്നും നമ്മൾ പുതിയ നിയമത്തിൽ ഉള്ള സഭ ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്നും അതുപോലെ കമ്പോളത്തിലെ മാർക്കറ്റിലുള്ള ശുശ്രൂഷയെക്കുറിച്ചും എല്ലാം നമ്മൾ സംസാരിച്ചു. ഇതിൽ നിന്നെല്ലാം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഓരോ പടി ദിനം പ്രതി വളർന്നു വരുന്ന ഒരു അനുഭവമാണ് ക്രിസ്തീയ ജീവിതത്തിലുള്ളത്. ഇതിൽ സ്റ്റെപ്പ് എപ്പോഴും മുമ്പോട്ടാണ്, നോട്ടം എപ്പോഴും കർത്താവിങ്കിലേക്കാണ്, നമ്മുടെ പ്രയാണം എപ്പോഴും മുമ്പോട്ടാണ്. അതെപ്പോഴും നമ്മൾ അത് തുടർന്നുകൊണ്ടാണ്. ഇനിയും നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ മരിക്കുക എന്നുള്ളതാണ്. ഈ മരണം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് അത് ഏറ്റവും ഭീതിജനകമായ ഒരു കാര്യമാണ്, മരിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ മരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിലും കൂടുതലായിട്ട് നമ്മൾ ഇന്ന് വിശ്വാസം മരണം വരെ തുടരുക എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് നമ്മൾ വരിക. മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെ സംഭവിക്കും, മരിച്ചു കഴിഞ്ഞാലുള്ള നമ്മുടെ സ്റ്റേറ്റ് എങ്ങനെയാണ്, തുടർന്ന് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് നമ്മൾ ചിന്തിക്കും. തൽക്കാലം ഇപ്പോഴ് വിശ്വാസം മരണം വരെ തുടരുക എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് തിരിക്കാം. ഇതിന് ആധാരമായിട്ട് 2 തിമോത്തിയോസ് 4:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും, എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. പൗലോസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തിമോത്തിയോസിന് എഴുതുമ്പോഴുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് വായിച്ചത്. പൗലോസിൻ്റെ നിര്യാണകാലം അടുത്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൗലോസ് എഴുതുന്നൊരു കാര്യമാണ്. അതിനകത്ത് 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ആവശ്യമായിരിക്കും. വിശ്വാസത്തിൽ മരിക്കുക എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ ഈ ഭാഗം തിരഞ്ഞെടുത്തത്. അതിനകത്ത് 3 കാര്യം പൗലോസ് പറയുന്നുണ്ട്. പൗലോസിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്, ഞാൻ നല്ല പോർ പൊരുതു, ഐ ഹാവ് ഡൺ എ ഗുഡ് ഫൈറ്റ്, ഞാൻ നല്ലൊരു ഫൈറ്റ്, നല്ലൊരു പോർ പൊരുതി. എന്തായിരുന്നു പൗലോസിൻ്റെ പോർ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്കും ഉള്ളതുപോലെ തന്നെയുള്ളൊരു പോരായിരുന്നു. വിശ്വാസത്തിന് വേണ്ടി നിൽക്കുമ്പോഴുണ്ടായിരുന്ന കഷ്ടപ്പാട്, പ്രയാസങ്ങളും ഒക്കെ ആയിരുന്നു ആ പോര്. റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ, റോമൻ ഭരണാധികാരികളുടെ കീഴിൽ കർത്താവിന് യഹൂദ മതം പ്രചരിപ്പിക്കാനായിട്ട് നിന്ന പോള് കൺവേർട്ടഡായി മാറി, ക്രിസ്തുവിൻ്റെ അനുയായിയായി മാറി, ക്രിസ്തുവിൻ്റെ ശിഷ്യനായി മാറി, ക്രിസ്തു മതം പ്രോത്സാഹിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുവാനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ ഉണ്ടായ ഫൈറ്റ്, ഒരുപാട് ഫൈറ്റുകളുണ്ടായിരുന്നു. ഈവൻ ലുസ്ട്രയിൽ വെച്ച് പൗലോസ് മരണം വരെ ആസ്വദിക്കത്തക്ക രീതിയിൽ മരിച്ചു എന്ന് കരുതി ആ ഒരു രീതിയിൽ തന്നെ ആയത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ ഒരു നല്ല പോർ പൊരുതി പൗലോസ്. അതുപോലെ ഫിനിഷ് ദ കോഴ്സ്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഈ ഓട്ടം തികയ്ക്കുക, വിശ്വാസം കാക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാ ക്രിസ്ത്യൻസിനും, എല്ലാ വിശ്വാസികൾക്കും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് അറിയാം, നമുക്ക് ദൈവം കിരീടങ്ങൾ തരും. കർത്താവിൻ്റെ 2ാമത്തെ വരവിങ്കൽ നമുക്ക് കിരീടങ്ങൾ തരാനായി നമുക്ക് അനേകം കിരീടങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് സംസാരിക്കുന്നതാണ്. ഈ കിരീടങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുകയാണ്. നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ റിഡംഷൻ ഡേ എന്ന് പറയുന്ന ദിവസം, നമ്മളെ വീണ്ടെടുക്കുന്ന ദിവസം. നമ്മുടെ പുതിയ നിയമ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ഉൾപ്രാവണം നടക്കുന്ന ദിവസം, അല്ലെങ്കിൽ റാപ്ചർ നടക്കുന്ന ദിവസം. അന്ന് ആ കിരീടം നമുക്ക് ദൈവം തരും, ന്യായാധിപതിയായ കർത്താവ് നമുക്ക് തരും. അതുകൊണ്ട് ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ പിൽഗ്രിമേജ് എന്നുള്ളത് നമ്മൾ മറന്നു പോകും. വഴിയിൽ ഓട്ടം നിർത്തിയാൽ വിരുദ് പ്രാപിക്കാൻ പറ്റില്ല. നമുക്കറിയാം, ഓടുന്നവർ ഇടയ്ക്ക് വെച്ച് ഓട്ടം നിർത്തിക്കഴിഞ്ഞാൽ വിരുദ് പ്രാപിക്കും. ഗലാത്യർ 5:7 നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിക്കുവാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു എന്ന് ചോദിക്കും. നിങ്ങൾ നന്നായി ഓടിയിരുന്നു. നമ്മൾ സ്റ്റാർട്ടിങ് പലപ്പോഴും നല്ലതാണ്.
നല്ലൊരു സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ അതിൻ്റെ കണ്ടിന്യൂറ്റിയിൽ അത് ഓടാതെ ഇരുന്ന് കഴിഞ്ഞാൽ ആ മുമ്പോട്ട് പോകുന്ന ആ പ്രയാണം ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പായിപ്പോയാൽ വിരുദ് പ്രാപിക്കാൻ സാധ്യമല്ല, നമ്മൾ ജയിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓടണം, കണ്ടിന്യൂസ് ആയിട്ട് ഓടണം, വിരുദ് പ്രാപിക്കുന്നവരെ ഓടണം. അതാണ് ഓട്ടം തികയ്ക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഓട്ടത്തിൽ വിരുദ് പ്രാപിക്കാനും ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ആ നിയമമൊക്കെ അനുസരിച്ചെങ്കിൽ നമുക്ക് ആ ക്രൗൺ അല്ലെങ്കിൽ ആ പ്രൈസ് നമുക്ക് കിട്ടുകയുള്ളൂ. 2 തിമോത്തിയോസ് 2:5 ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ചട്ടങ്ങൾ നമ്മൾ, പ്രമാണങ്ങൾ നമ്മൾ, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മളത് ഫോളോ ചെയ്യണം, അനുസരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കിരീടമില്ല, ഓടാൻ പറ്റും എന്നുള്ളതിനപ്പുറമായിട്ട് കിരീടം കിട്ടാൻ സാധ്യതയില്ലാതെ പോകും എന്ന് നമ്മൾ മറന്നുപോയി. നമ്മുടെ ചട്ടങ്ങൾ എന്താണ്? ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിൻ്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാണ്. ബൈ ഗോഡ്സ് റൂൾസ്, ഗോഡ്സ് വേർഡ്സ്, ദാറ്റ് മീൻസ് ദ ഗോഡ്സ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ചട്ടങ്ങൾ ആകുന്നത്. അതാണ് നമുക്ക് ഗൈഡ് ലൈൻസ് ആയിട്ടിരിക്കുന്നത് നമ്മുടെ ഓട്ടത്തിൽ വിരുദ് പ്രാപിക്കാനായിട്ട്. എബ്രായർ 11-ാം അധ്യായത്തിൽ നമ്മൾ കാണാം, വിശ്വാസത്തിൽ അനേകം ആളുകൾ, നമ്മുടെ മുൻ പിതാക്കന്മാരിങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ഒരുപാട് പേരുടെ ഹിസ്റ്ററി അതിൽ എഴുതിയിട്ടുണ്ട്. 11-ാം അധ്യായം നമ്മൾ ഫെയ്ത്ത് സീരീസ് തുടങ്ങിയപ്പം തന്നെ, വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞപ്പം തന്നെ 11-ാം അധ്യായം ധ്യാനിച്ചിട്ടാണ് തുടങ്ങിയത്. വിശ്വാസം എന്നാൽ എന്താണെന്ന് ചോദിച്ചിട്ട് ആദ്യം നമ്മൾ ഫസ്റ്റിൽ അത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പോലും എബ്രായർ 11 നമ്മൾ ധ്യാനിച്ചത്. അപ്പോഴേ നിങ്ങൾ അത് ആവശ്യമെങ്കിൽ നിങ്ങൾ തിരഞ്ഞു പോയാൽ 1-ാമത്തെ 2-ാമത്തെ എപ്പിസോഡിലൊക്കെ അത് കാണാൻ പറ്റും, ആ വിശ്വാസത്തിലെ വീരന്മാർ ഏത് രീതിയിൽ പ്രവർത്തിച്ചു എന്ന്. എന്നാൽ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേ, 11-ാം അധ്യായം തീർന്നിട്ട് 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമ്മുടെ മുമ്പിൽ ഒരു ഓട്ടമുണ്ട്. ആ ഓട്ടം ഇടയ്ക്ക് നിർത്തി ഓടാനല്ല പറയുന്നത്, സ്ഥിരതയോടെ ഓടുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ ഓട്ടം തികയ്ക്കുക, വിശ്വാസത്തിൻ്റെ ഓട്ടം തികയ്ക്കുന്ന വലിയൊരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നമ്മുടെ പിതാക്കന്മാരുടെ ജീവിത അനുഭവങ്ങൾ, വേറെ രീതിയിൽ പറഞ്ഞാൽ ഇസ്രായേൽ മക്കളെ ദൈവം തിരഞ്ഞെടുത്ത ജനമായിരുന്നല്ലോ, അവരുടെ ജീവിത അനുഭവങ്ങൾ, അവരുടെ ഈ പ്രയാണം ഏത് രീതിയിലായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരും അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്ന് എല്ലാവരും ആത്മീയമായിട്ടുള്ള ആഹാരം കഴിച്ചു, ആത്മീയ പാനീയം കുടിച്ചു. 5-ാം വാക്യത്തിൽ 1 കൊരിന്ത്യർ 10:5 അവരിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർ പല കാരണങ്ങൾ കൊണ്ട് അവരെ ആ മരുഭൂമി യാത്രയിൽ ദൈവം അവരെ പ്രൊട്ടക്റ്റ് ചെയ്തു. മേഘസ്തംഭം ഉണ്ടായിരുന്നു, അഗ്നിത്തൂണുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ഉയരത്തിൽ നിന്നുള്ള ആഹാരം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും അവർക്ക് ആ ഒരു തലമുറയ്ക്ക് കനാൻ ദേശത്തിലേക്ക് പ്രവേശിച്ചപ്പോഴേ അതിനു മുമ്പ് അവർ പലരും മരിച്ചുപോയി എന്ന് നമ്മൾ കാണുന്നു. കനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ആ തലമുറയ്ക്ക് കഴിഞ്ഞില്ല എന്ന് നമ്മൾ കാണുന്നു. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്നാണ് 1 കൊരിന്ത്യർ 10:5 പറയുന്നത്. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയാണ്, ഇത് കാണിക്കാനായിട്ട് വേണ്ടിയാണ് ഇതിരിക്കുന്നത്. അത് ഇത്തിരി കാര്യങ്ങൾ അവർ ചെയ്തു. പരസംഗം ചെയ്തു, കുറേ പേര് പരസംഗം ചെയ്തു, അതിൽ കുറേ പേര് മരിച്ചുപോയി. ചില ആളുകൾ പരീക്ഷിച്ചു, സർപ്പങ്ങളാൽ നശിച്ചുപോയി, ദൈവത്തെ പരീക്ഷിച്ചു. ചില ആളുകൾ പിറുപിറുത്തു, അവരും നശിച്ചുപോയി. ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു. ഇത് അവസാന 11-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ലോകാവസാനം വന്നിരിക്കാൻ നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് അത് എഴുതിയിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഇവിടെ നമുക്ക് കാണുന്ന ഒരു കാര്യം, നമ്മുടെ യോഗ്യരായി ജീവിക്കാതിരുന്നാൽ വഴിമധ്യേ നമ്മൾ വീണുപോകും. യോഗ്യരായി ജീവിക്കാതിരുന്നാൽ
വഴിമധ്യേ നമ്മൾ വീണുപോകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും തന്നെ നമ്മളുടെ ജീവിതം ശോധന ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകണം. അതാണ് വിശ്വാസത്തിൽ മരിക്കണമെങ്കിൽ വിശ്വാസത്തിൽ ജനിക്കുക മാത്രമല്ല, വിശ്വാസത്തിൽ വളരുകയും ആ വിശ്വാസത്തിൽ അധ്വാനിക്കുകയും ചെയ്തിട്ട് വേണം വിശ്വാസത്തിൽ മരിക്കാൻ. അല്ലാതെ വഴിയിൽ നമ്മൾ ഓട്ടം നിർത്തിയാൽ നമുക്ക് നമുക്ക് അത് ആ ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട് പലപ്പോഴും നമുക്ക് പറ്റിയെന്ന് വരില്ല. നമ്മൾ തുടർന്നുള്ള സമയം ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അത് വിശകലനം ചെയ്ത് നമ്മൾ പഠിക്കുമ്പോഴതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവും. നമ്മളെ വിശ്വാസത്തിൽ മരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ബൈബിളിൽ നിന്നുള്ള വാക്യങ്ങളാണല്ലോ നമ്മളിതെല്ലാം റെഫർ ചെയ്തെടുക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിൽ എങ്ങനെ കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ വിശ്വാസത്തിൽ തളർന്നു പോകുമോ, അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന രക്ഷ നമുക്കില്ലാതെ പോകുമോ എന്നൊക്കെയുള്ള പല ചിന്തകളും ചിലപ്പോൾ എൻ്റെ കേൾവിക്കാർക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഉണ്ടായേക്കാം. ഞാൻ 1-2 വാക്യങ്ങൾ വായിക്കാം. ഇത് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാക്യങ്ങളാണ്. ഇത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇങ്ങനെയും ബൈബിളിലൊരു വാക്യമുണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകബോധം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. എല്ലാം അനുഭവിച്ചവർ, ഈവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി ആസ്വദിച്ചവർ പിന്മാറിപ്പോവുക, ബാക്ക് സ്ലൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ബാക്ക് സ്ലൈഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കണം. ബാക്ക് സ്ലൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ആണ് പല കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയണം. ബാക്ക് സ്ലൈഡിന് പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് ദൈവത്തിനെ ക്രൂശിക്കുന്നവരും ലോകവാദം വരുത്തുന്നവരും ഒക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ബാക്ക് സ്ലൈഡ് ചെയ്തു പോകുന്ന 2 കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കണം. ഒന്ന്, സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുന്ന ഒരനുഭവം, അതൊരു ബാക്ക് സ്ലൈഡിങ് ആണ്. ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ് നമുക്കറിയാം. ഇന്ത്യയിൽ മാത്രമല്ല, വിദേശ പല കൺട്രികളിലും ഒക്കെ തന്നെ ക്രിസ്ത്യൻസിനെതിരായിട്ടുള്ള പീഡനങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. ചില ആളുകൾ ഗൺ പോയിന്റിൽ വെച്ച് ക്രിസ്തുവിനെ തള്ളിപ്പറയാനായിട്ട് വരെ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഒരു രീതിയിൽ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ദൈവത്തെ തള്ളിപ്പറയാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ സാഹചര്യം വന്നിട്ട് നമുക്ക് തള്ളിപ്പറയേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. ചില ആളുകൾ അങ്ങനെ ആ സമയത്ത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞെന്നിരിക്കാം. എന്നാൽ അത് സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ബാക്ക് സ്ലൈഡിങ് ആണ്. ചില ആളുകൾ ജീവൻ കൂടി കൊടുക്കും. കർത്താവിനെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയത്തില്ല. പത്രോസിൻ്റെ ജീവിതം നമുക്കറിയാമല്ലോ. കർത്താവിൻ്റെ ശിഷ്യനായ പത്രോസ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. എന്നാൽ ദൈവം അവനെ തിരിച്ച് എടുക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അവനെ ശുശ്രൂഷ വീണ്ടും ഏൽപ്പിക്കുന്നതായിട്ട്, മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നപ്പോൾ ഏൽപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അത് ഒരു രീതിയിലുള്ളൊരു തള്ളിപ്പറച്ചിലാണ്. എന്നാൽ ഒരിക്കലും തിരിച്ചു വരാതെ ഇത് തള്ളിക്കളഞ്ഞ് ഉപേക്ഷിച്ചിട്ട് പോകുന്ന ചില ആളുകളുണ്ട്. എത്തിസ്റ്റായി തീരുന്നവർ വരെയുണ്ട്. ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഭ്രാന്ത് പിടിച്ചതുപോലെ ആയിത്തീരുന്ന അനുഭവങ്ങളുണ്ട്. പിന്നെ അടുത്ത വേറൊരു രീതിയിൽ ലോകവും അതിൻ്റെ മോഹങ്ങളും വന്നതിന് ശേഷം അതിൽ ഒരുപാട് ഇൻവോൾവ് ചെയ്യുന്ന ചില ആൾക്കാർ. ഒരു വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാം. 2 പത്രോസ് 2:20 മുതൽ 22 വരെയുള്ള വാക്യം. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങിപ്പോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേനേക്കാൾ അധികം വഷളായിപ്പോയി. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയുടെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നവർക്ക് നന്നായിരുന്നു. എന്നാൽ സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ വേറൊരു ടൈപ്പാണ് ലോകമാലിന്യങ്ങൾ. ലോകമാലിന്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം കിട്ടുമ്പോഴാണ്.
എന്നാൽ അത് ഉപേക്ഷയായി വിചാരിച്ചുകൊണ്ട് സൈഡ് ട്രാക്ക് ചെയ്ത് പോയവർ, വീണ്ടും മാലിന്യത്തിൽ പോയി വീഴുന്നവർ, അവരുടെ നില അധികം വഷളായി പോകും എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ആദ്യം പിശാചിനെ ജീവിതത്തിൽ നിന്ന് മാറ്റി വിട്ടതിന് ശേഷം അവിടെ ബ്ലാങ്കായിട്ടിരുന്നിട്ട് ആ പിശാച് പോയിട്ട് അനേകം പിശാചിനെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചു എന്ന് പറയുന്ന ഒരു രീതിയിലാണ്. ഞാൻ ഇതുവരെയും പറഞ്ഞുകൊണ്ട് വന്നത് നമുക്ക് തുടർന്ന് ഇത് ചിന്തിക്കാവുന്നതാണ്. എൻ്റെ സമയം ഇവിടെ ഇന്നത്തെ തീർന്നുകൊണ്ട് ഞാനിത് എൻഡ് ചെയ്യുകയാണ്. തുടർന്ന് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. നാളെ ഇത് ചിന്തിക്കാം. നമുക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, ക്രിസ്ത്യൻ ഫെയ്ത്തിലെ, ക്രിസ്തീയ വിശ്വാസത്തിൽ തുടരെ നമ്മൾ മുമ്പോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസത്തിൽ മരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇടയ്ക്ക് വെച്ച് ഓട്ടം നിർത്തിപ്പോകുന്ന ഒരു കാര്യമല്ല. നമ്മൾ തുടർന്നും ഇത് മുമ്പോട്ട് പോകണം. അതുകൊണ്ട് 2 യജമാനന്മാരെ ആർക്കും ഒരിക്കലും സേവിക്കാൻ കഴിയുകയില്ല എന്ന് ലൂക്കോസ് 16:13 പറയുന്ന പോലെ നമ്മൾ ഭയത്തോടു കൂടി നമുക്ക് ഓട്ടം തികയ്ക്കാം എന്ന് നമ്മൾ ചിന്തിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ജീവിതത്തിലെ ഈ രീതിയിൽ പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിൽ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ രാത്രികാലം ദൈവകരങ്ങളിലേക്ക് അവരെ തന്നെ സമർപ്പിക്കാം. അവരുടെ ജീവിതങ്ങളിലെ ഈ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ പരിജ്ഞാനം, ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടി വീണ്ടും അതിൽ പോയി കുടുങ്ങിയെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം അപേക്ഷ കേൾക്കി ഉത്തരം തരികയും ചെയ്യും. നമുക്ക് ഇനിയും പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ബാക്ക് സ്ലൈഡ് ആയിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ തീർച്ചയായും പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ആ വലിയ തിരിച്ചുവരവ് കർത്താവ് ഇപ്പോഴും മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ തിരിച്ച് കർത്താവ് പഴയ രീതിയിലേക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്യും. അപ്പോൾ ആ പത്രോസിനെ വീണ്ടെടുത്ത ദൈവം, അതുപോലെ ഏതൊക്കെ രീതിയിലെ പാപപങ്കുലമായി ജീവിച്ച ആളുകളെ കർത്താവ് തിരിച്ചെടുത്ത് ദൈവത്തിൻ്റെ ആ വലിയ പ്രക്രിയയിലേക്ക് നടത്തുന്നത് പോലെ നമ്മളെ നടത്താനായിട്ട് ദൈവം മതിയായിട്ടുള്ള ദൈവമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. രോഗികളായിരിക്കുന്നവരുണ്ടെങ്കിൽ അവരും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണമേ. പ്രത്യേകിച്ചും ദൈവം ഈ രാത്രിയിലെ വലിയൊരു വിടുതൽ തരും. ദൈവമായ കർത്താവെ, നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാനായിട്ട് സാധ്യമായ ഓർത്ത സ്തോത്രം. കർത്താവെ, നല്ല പൊരുതുവാനായിട്ട്, ഓട്ടം തികയ്ക്കുവാനായിട്ട്, വിശ്വാസം കാക്കുവാനായിട്ട് ഞങ്ങളെ കൂടുതലായിട്ട് പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരെങ്കിലും ജീവിതത്തിലെ പിന്മാറ്റാവസ്ഥയിലുണ്ടെങ്കിൽ കർത്താവെ, ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ ലോകത്തിൻ്റെ മാലിന്യങ്ങളിലെ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നീ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വലിയ പരിജ്ഞാനത്തിൽ നിറയുവാനായിട്ട് കർത്താവെ, ഇന്ന് രാത്രികാലം നീ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ രോഗികളായിട്ടുള്ളവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗത്തിൽ നിന്നുള്ള വിടുതൽ നീ കൊടുക്കണം. പ്രത്യേകിച്ച് ഹാർട്ടിൻ്റെ പ്രയാസങ്ങളിലൊക്കെ ഇരിക്കുന്ന രോഗികളെ പ്രത്യേകിച്ച് ഞങ്ങൾ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബ്ലോക്കുകൾ, അതുപോലെ കർത്താവെ ശ്വാസമെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അതുപോലെ കർത്താവെ കൂടുതൽ എക്സർഷൻ എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കർത്താവെ ഈ ദിവസങ്ങൾ ഉണ്ടാവുന്ന നീ മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല രീതിയിൽ കർത്താവെ നീ ഇടപെടുകയും സൗഖ്യം നീ കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവെ നീ കൊടുക്കുന്ന എല്ലാ സൗഖ്യത്തിനായിട്ട് സ്തോത്രം. ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് ഇന്ന് രാത്രിയിൽ തന്നെ വലിയൊരു വിടുതലയക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് എല്ലാവരെയും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ നിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടവരെ, ഈ വചനം കേട്ടവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും എല്ലാ ദിവസവും ഇത് രാത്രി 9 തൊട്ട് 10 വരെയുള്ള സമയങ്ങളിൽ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അവൈലബിളാണ്. നിങ്ങളിത് കേൾക്കുകയും നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് അതിലുള്ള നമ്പറിൽ തരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുത്താൽ അവർക്കും അത് പ്രയോജനമായി തീരും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.